നമ്മളെങ്ങോട്ടൊക്കെ പോന്ന്? മകൾക്ക് വെക്കേഷൻ ആണ്. വീട്ടിലിരുന്ന് 2-3 ദിവസം ഇങ്ങനെ ബോറടിക്കുന്നല്ലേ? മമ്മി ആങ്കില് കൂട്ടുന്നില്ലല്ലേ സെലൂണിലേക്ക്? എന്താ കൂട്ടത്തെ? ആടെ പോയിട്ട് മമ്മീനെ അലമ്പാക്കും, മൊത്തം വലിച്ചിട്ട് ആകെ അലങ്കോലാക്കുന്നുണ്ടാ കൂട്ടാത്തല്ലേ? പിന്നെ ആരാ അലങ്കോലാക്കുന്ന ആള്? പിന്നെ അല്ലാണ്ട് മമ്മീന്റെ ടൂൾസ് അല്ലേ? എന്നാലും അതൊന്നും എടുത്ത് കളിക്കണ്ട. അതുകൊണ്ടാ മമ്മി പറഞ്ഞു നിങ്ങളെ കൂട്ടാത്തെ. നിങ്ങളെ കൂട്ടണ്ടാന്ന് പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ജ്വല്ലറി പോവാം. ഇല്ല, സലൂണിൽ പോകുന്നില്ല. എന്തിനാന്ന് കളിക്കാനായിരിക്കുമല്ലേ? അയ്യടാ, ആദ്യോ മമ്മീന്റെ അനുവാദം വാങ്ങിട്ട് കേറിയാ മതി. ആടെ എത്തിയിട്ട് മമ്മിയോട് ചോദിക്കുക, കറക്റ്റ് ചോദിച്ചുള്ളിൽ കയറിയാ മതി. ഓക്കെ അല്ലേ? വേണ്ട പോണാ? ഉറപ്പാ? ശരി, എന്നാ പിന്നെ അവിടെ പോയി നോക്കാം നമുക്ക്. ഓക്കെ, എല്ലാരും ഭയങ്കര ഹാപ്പിയിലാന്നല്ല. മമ്മിയോട് ചോദിച്ചിട്ട് കയറിയാ അത് ഉള്ളിലേക്ക്. ആദ്യം അനുവാദം വാങ്ങേണ്ട ആരും ഉള്ളിൽ കയറാൻ പാടില്ല. മമ്മി പപ്പേനെ കാലം പോവാ. നോക്കാം നമുക്ക്. പപ്പക്ക് കാലം വിട്ടാന്ന് കഴിയില്ല. എന്നാ പറയാ, പപ്പേന്റെ കലപ്പുണ്ടാന്നാ? എല്ലാം കാണാം. ആദ്യം മമ്മിയോട് ചോദിക്കട്ടെ, എന്നിട്ട് അത് കയറിയത്. മമ്മിയോട് ചോദിക്കണ്ട, ആരും ഉള്ളിൽ കയറണ്ട. കളിക്കലാന്ന് നമ്മളെ മെയിൻ ലക്ഷ്യം. എട പോത് കൊടുത്തു. എപ്പോ പോയാ? നേരത്തെ പോയാ? എടാ മമ്മിയുടെ ഇല്ലോലു. മമ്മി എന്തോ ലൈസൻസ് ആക്കാൻ വേണ്ടി പോയിട്ടുണ്ടോലു. അപ്പം എന്താ ചെയ്യാ? പണിപാളിയില്ല. വാ, എന്നാ വീട്ടിൽ പോവാ മതി. അല്ല, എല്ലാവരും കൂടെ എന്താ പരിപാടി? കസ്റ്റമറൊന്നും ഇല്ലാത്ത സമയത്ത് ഇവരിതാ നെയിൽ ആർട്ട് പരീക്ഷണമാണ് നടക്കുന്നത് കേട്ടാ. അപ്പോൾ എല്ലാവരും കൂടി കാര്യപ്പെട്ട പഠനമാണ്. മിൻമിനിയാണ് ചെയ്യുന്നത്. മിൻമിനി നല്ല സ്റ്റൈലാക്കി കേട്ട പരിപാടി. അപ്പോൾ മമ്മി ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വീട്ടിലേക്ക് പോരാ. ബാബാ എന്താ വീട്ടിൽ പോവാ? മമ്മി ഇല്ല, വാ. മമ്മിയിലാണ് ഇവിടെ നിൽക്കണ്ട. ബാബാ പോവാ, ജ്വല്ലറി പോകുന്നാല്. എന്നാ വാ. ശരി, അപ്പം നമ്മളെല്ലാവരും ജ്വല്ലറിയിലേക്ക് പോന്നേ. നടന്നു. അബിക്കുട്ടാ സുഖല്ലേ? ഓക്കെ എന്നല്ലേ? എടാ മക്കളെ വിട്ടിടെ എന്നല്ലേ? ഗോ എല്ലാ ജ്വല്ലറിയിലൊറ്റ നെയ്യാ ആടെ ആരംഭാക്കുവാ. അനങ്ങാണ്ട് നിൽക്കണേ. ജ്വല്ലറിയിൽ വന്നിട്ട് കുരുത്തക്ക കളിച്ചിട്ടുണ്ടല്ല, എല്ലാവരും ഇപ്പം സൂപ്പാക്കും. അടക്ക് റോഡ് കുറിച്ച് ശ്രദ്ധിക്കണം. ഡേഞ്ചറാന്ന്, ശ്രദ്ധിച്ചിട്ട് പോകണം. പാവം കാറല്ലേ, നമ്മളെ വണ്ടി വെയിലത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അച്ചോട്ട് അവിടെ കിടക്ക്. അച്ചോൻ്റെ കയ്യിലെന്നാ കണ്ടിട്ട്. ഓഹോ, കുഞ്ഞിമാവിനെ എടുത്തിട്ട് വന്നിന് ഇത്. അപ്പം നമ്മൾ ഷോപ്പിലെത്തിയിരിക്കുന്നു. എന്തൊരു ശാലിനി സുഖല്ലേ? ഹായ് ശ്രീന. ഹായ് വിജേഷ്, രാഹുൽ, അശ്വതി. എന്നുണ്ട് മൂഷാട്ടൻ്റെ മുഖത്തുനിന്ന് എന്തോ ഒരു സങ്കടം പോലെ കരഞ്ഞാ? റാസ്ബിഡൻ. ഹായ് മോളു. ഓക്കെ, ഇന്ന് മക്കളെയും കൂട്ടി വെള്ളം ഇങ്ങനെ ഇറങ്ങിയാട്ടെ. സ്കൂൾ കൂട്ടി 3 ദിവസമായി വീട്ടിൽ തന്നെ കുത്തിരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇന്ന് പുറത്തിറങ്ങിക്കൊണ്ട് വെച്ചങ്ങനെ കൂട്ടിയതാ. എവിടെയാടാ വിളിച്ചേ? നിനക്ക് സമ്മാനമില്ലേ? ഇവിടെ സ്ഥിരം പരിപാടിയാണ്. വന്നപാട് സൂചി എടുത്ത് തരും, എന്നിട്ട് സമ്മാനം വേണമെന്ന് പറയല് അല്ലേ? എപ്പാ നടുക്ക് വിളിച്ചെൻ്റെ മോള്? അന്ന് വിളിച്ചല്ലേ നടുക്ക്? എടാ എൻ്റെ മോളെ പിരിയം വരേണ്ട ഒരു രസമില്ല. ഇവിടെ കൺമശി ഉണ്ടാ ശാലോ? ഇവിടുത്തെ കമ്മശി ശാലു ഒന്ന് പരച്ചു കൊടുത്തോട്ടെ മോക്ക്. അത് വെൽ പ്രിപ്പയർ. പൗഡർ പോക്കറ്റിലുണ്ടാ? പൗഡർ കമ്മശെല്ലാം എടുത്തിട്ടാ വന്നേ? എൻ്റെ മോള് കൊളിച്ചു, റെഡ് കൊളിച്ചേട്ടാ. സമ്മാനമില്ല. അച്ചോട്ടനെ സുന്ദരിയാക്കാൻ വേണ്ടി നമ്മളെ ശാലിനിയാന്ന് അവസാനം രംഗത്തിറങ്ങിയിട്ടില്ല. നീ മടിച്ചല്ലേ പിരിയമ്മല്? കൊള്ളാവുന്ന ശാലിനി 2 പെമ്മക്കളെ ഉണ്ടല്ലോ അല്ലേ? ശാലിനിക്ക് 2 പെമ്മക്കളാന്നേ. അപ്പോൾ അവർക്കെല്ലാം നല്ല വൃത്തിക്ക് വരഞ്ഞെടുക്കുന്നുണ്ട്. ശാലിനിക്ക് അതൊരു വിഷയമല്ല. അച്ഛന് രസമുണ്ടാ? ഇതെനിക്ക് വരച്ചു കൊടുത്തു വീട്ടിൽ നിന്ന്. എടാ സമയമില്ലായിരുന്നു എന്നാ. ഹലോ ആശാന, നിന്റെ വീഡിയോ കാണാനായിട്ട് ആൾക്കാരെല്ലാം ചോദിക്കുന്നത്, നീ എന്താ വീഡിയോയിലേക്കത്തെ? എന്താ വീഡിയോയിലേക്കത്തെ പറ? ഒന്നുമില്ലേ? കൊടുത്തു. രസമുണ്ടോട്ടെ? രസമുണ്ടോ? രസമില്ല. ഒരു രസമില്ലാതെ എൻ്റെ മോക്ക് ഇഷ്ടമായിട്ടില്ലല്ലേ? എടാ ഇടയിൽ വന്ന് വായിക്കാനാ അച്ചു? അല്ല ഇതാ ബാബാ ശാലിച്ച് നല്ല വൃത്തിക്കാക്കി തരൂ.
എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ എൻ്റെ മക്കളെല്ലാം അങ്ങനെയാക്കി ഇങ്ങനെയാക്കി. അത് നേർങ്ങനായിട്ട് അത് കുറച്ച് ഭീതി കിടക്കണോ? കാലിൽ വരച്ച് കൊളാക്കി എന്നിട്ട് അച്ചൂട്ട കഴുകിയല്ല അച്ചൂട്ട ഇപ്പം ഏച്ചയാന്നേ വരക്കുന്നത്. ഇത്ര വലിയ എക്സ്പെർട്ട് ഉണ്ടായിട്ടാണ്. ശാലിനി ഇതാ കണ്ടുപഠിക്കും. ഒരു ശാലിനി പോയാ ശാലിനി രക്ഷപ്പെട്ട്. ഇതാര് എവിടെ പോയിനാശനെ? മോളിലുണ്ടായിരുന്ന. ശരി ശരിയേ. നിന്നെ ഞാൻ വിചാരിച്ചു നീ ഇത് ലീവാന്ന് വെച്ചേ. വീഡിയോ ഇടുക. ഇതാണ് നമ്മൾ ഇക്രു കേട്ടാ. ഇക്രുവിന്റെ ശരിയായ പേര് ഇക്രു അക്ഷയ് എന്നാണ്. പക്ഷേങ്കിൽ ആളിച്ചിരി ക്യൂട്ട്, അതുകൊണ്ട് ഞാൻ ഇക്രു എന്നാ വിളിക്കല്. അക്ഷയ് നല്ല പേരടാ അത്. നല്ല പേരല്ലേ? ആ ഓ ക്യൂട്ട് ഇക്രു. ബ്യൂട്ടീഷ്യൻ കഴിഞ്ഞാ പണി കഴിഞ്ഞാ അത് കാണ്ട അച്ചുട്ടാ. അച്ചുട്ട ഇങ്ങോട്ട്. എടാ മോളെ ഇതൊന്നും ഇങ്ങനെ ഒരു ബെൻഡ്. അച്ഛൻ രസൈനാ രസൈനാ കരി പിടിച്ചു പോയിനാ. ഓ നേരത്തെ മാച്ചിട്ട് കരി പിടിച്ചു പോലെ. അപ്പോൾ നമ്മളെ ഷോപ്പിൽ ഇന്ന് ആള് കുറച്ച് കുറവാണ്. ഇന്നത്തെ ദിവസവും വെള്ളിയാഴ്ച ഇല്ലല്ലേ? വെള്ളിയാഴ്ച പൊതുവേ നമുക്ക് ഉച്ച വരെ തിരക്ക് കുറവാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് തിരക്കെല്ലാം വരുക കാര്യമായിട്ട്. അത്ര വരെ ഇതാ എല്ലാവരും ഇങ്ങനെ തമാശയെല്ലാം പറഞ്ഞിരിക്കലാന്ന് എടുത്ത പരിപാടി അല്ലേ ശാലിനി? നമുക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് ഈ ഞായറാഴ്ച. വേറൊന്നുമല്ല, നമ്മളെ ഷബീറിൻ്റെ വീട്ടിൽ കൂടിയിലാണ് മാട്ടൂലാന്ന സ്ഥലം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പോകേണ്ട പരിപാടിയാണ്. അപ്പോൾ ഒരു ട്രാവലർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിജേഷാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വിജേഷ് എവിടെ വരെ എത്തി കാര്യങ്ങളല്ലോ? എല്ലാരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഉച്ചക്ക് പോകാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാം സെറ്റ് ആവില്ലല്ലേ? എല്ലാവരും ഉണ്ടല്ലോ? ആരും ഒഴിവൊന്നുമില്ലല്ലോ? അപ്പൊ നമ്മൾ ഈ ഞായറാഴ്ച നമ്മുടെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് നമ്മളെ ഷബീറിന്റെ കുടിയെല്ലാം പോകുന്നതായിരിക്കും. അച്ചുട്ടാ അച്ചുട്ടാ സമ്മാനമൊന്നുമില്ല. എന്തിനാ പ്രത്യേകം എറിയുന്നത്? എറിയണ്ട, ഈടുന്ന് എറിയണ്ട. എടാ നിങ്ങൾ ഇവിടെ എറിഞ്ഞ അലങ്കോല ആക്കുമല്ലോ. എല്ലാം എറിഞ്ഞ് പൊളിക്കോ? ആ അതന്നെ നിങ്ങളെ കൂട്ടാത്ത. ഇനി ഇങ്ങോട്ട് കൂട്ടൂല കേട്ടോ പപ്പ. ഏത് ഗിഫ്റ്റ്? എന്തിന്? നടുക്കെറിഞ്ഞ് കൊള്ളിച്ചാനാ? ഇത് കസ്റ്റമർക്ക് മാത്രമേ ഉള്ളൂ ഗിഫ്റ്റ്, അച്ഛനില്ല. അയ്യടാ ആപ്പാ മോക്ക് ഇഷ്ടമില്ലാത്ത സാധനം എൻ്റെ അകത്ത്. അതൊന്നും വേണ്ട എന്നെ പോക്ക്. ജാനു നമുക്ക് പിന്നെ അപ്പുറം സലൂണിൽ പോവാം. മമ്മി എത്തിയിട്ടുണ്ടോ? നമ്മൾ അപ്പുറം പോയി നോക്കാമല്ലോ. ബാ സലൂണിൽ പോ. ബാ അവിടുന്ന് കളിക്കാൻ. ഈടാ ഇവിടെ ബില്ലടിക്കാനൊന്നും വിടുന്നില്ലല്ലേ? അപ്പോൾ മമ്മീനെ കാണാൻ വേണ്ടിയതാ ഇവിടെ എത്തിയിരിക്കുന്നു. മമ്മി എത്തിയെന്ന് അറിയില്ല. ലൈസൻസ് ആക്കാൻ പോയിട്ട് നേരത്തെ പോയതാന്നൊരു വിവരമില്ല. വന്നിട്ടാവുന്ന വിചാരിക്കുന്നു. മമ്മി വരാൻ ലേറ്റ് ആകുമ്പോൾ നമുക്കൊരു ഭക്ഷണം കഴിക്കാം. ബാ 3 മണി പാപ്പ എന്നാ മോളെ ചോറ് നല്ല സമയം പഴം പരി വന്നിട്ട് പാപ്പ പപ്പ പോകുന്നേ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. മമ്മീനെ കാണുന്നില്ല, സമയം കുറേ ലേറ്റ്. അപ്പോൾ മമ്മീനെ കാണുന്നില്ല. അപ്പോൾ നമ്മളെ സലൂണിൻ്റെ ഷോപ്പിലൊക്കെ ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഏതായാലും സമയം ലേറ്റ് ആയതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു അല്ലേ? ഇന്നത്തെ വീഡിയോയിൽ മമ്മി ഇല്ലാത്ത വീഡിയോ അതല്ലേ അച്ഛൻ? ശരി, ഏതായാലും ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കല്ലേ? ഓക്കെ ബൈ.